ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീം ബണ്ണാണ്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു മൂവി കണ്ടായിരുന്നു, സാജൻസ് ബേക്കറി സിൻസ് 1962. അപ്പോൾ അതിനകത്ത് ഈ ക്രീം ബണ്ണ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്കിതൊന്ന് ഉണ്ടാക്കിയാലോ എന്ന്. ഇത് ഞാൻ ആദ്യം കഴിക്കുന്നത് കോട്ടയം BCM കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അവിടെ ഞാൻ കുറച്ചാൾ ഹോസ്റ്റലിൽ നിന്നായിരുന്നു പരീക്ഷയൊക്കെ അടുത്ത സമയത്ത്. അതുവരെ വീട്ടിൽ നിന്ന് പോയി വരികയായിരുന്നു. അവിടെ 4 മണിക്ക് കാപ്പിക്ക് തന്നുകൊണ്ടിരുന്ന ഒരു വിഭവമാണിത്. വളരെ നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ, ഈ മൂവി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ ഒരു ഓർമ്മ എനിക്ക് വന്നു. അതുകൊണ്ട് ഞാനിതൊന്ന് ഉണ്ടാക്കി നോക്കി. വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഞാനിതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ക്രീം ബൺ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? കുറച്ച് ഈസ്റ്റ് പൊങ്ങാൻ വെക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു 1/2 കപ്പ് ചെറു ചൂടുള്ള പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിനകത്ത് കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ആ ഷുഗറോട് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഷുഗറൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേരുന്നവരെ മിക്സ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 1 ടീസ്പൂൺ ഈസ്റ്റ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ, ഈ റെഡ് സ്റ്റാറിൻ്റെ ഇതാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. എപ്പോഴും നമ്മൾ ഈസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഒന്ന് നോക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. അപ്പോൾ ഈസ്റ്റോട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇത് കുറച്ച് നേരം മാറ്റി വെക്കണം. ഒരു 10 മിനിറ്റോളം ഇതൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അതങ്ങ് പൊങ്ങി വരും. ഇതുപയോഗിച്ച് വേണം നമ്മുടെ മാവ് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദാമാവാണ്. അത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ചിരുന്ന ഈസ്റ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്ക് മാവെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ആദ്യം നമുക്ക് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1 പിഞ്ച് സോൾട്ടും പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതോടെ ഇട്ടതിന് ശേഷം വേണം നമുക്കതൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ ക്രീം ബണ്ണിനകത്ത് ഷുഗർ വെക്കുന്നുണ്ട്, എങ്കിലും നമ്മൾ ആ ബണ്ണിൽ കടിക്കുമ്പോൾ ഒരു ചെറിയ മധുരം ഉണ്ടെങ്കിൽ നന്നായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തത്. അത് ഞാൻ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടി പാൽ വേണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി പാൽ അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ പാൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ചെറു ചൂടുള്ള പാൽ തന്നെ ഉപയോഗിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് പാൽ ഉപയോഗിക്കരുത്, ചെറുതായിട്ട് ചൂടാക്കണം. എങ്കിലും ഒത്തിരി ചൂടാകരുത് താനും. അങ്ങനെയുള്ള ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ പാൽ ചൂടാക്കുവാനായിട്ട്. ഇപ്പോൾ കുറച്ചുകൂടി പാൽ നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വേണം നമ്മൾ എപ്പോഴും ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഇത്രയും മാവല്ലേ ഉള്ളൂ, അപ്പോൾ അത് ഒത്തിരി ലൂസായി പോകും. അതുകൊണ്ട് അത് നോക്കി നമ്മൾ കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായി നമ്മൾ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കുറച്ചുകൂടെ പാൽ ഈ സമയത്ത് വേണ്ടി വന്നിട്ടുണ്ട്, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഈ ചപ്പാത്തി മാവിനേക്കാളും ഒരു കുറച്ചുകൂടെ ലൂസായിരിക്കണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴയ്ക്കാനായിട്ട്. ഇപ്പോൾ ഇതിന് കുറച്ച് കട്ടിയാണ്, അതുകൊണ്ട് ഞാനൊരു 1 ടീസ്പൂൺ പാലോടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ കൈ വെച്ച് തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് സ്റ്റാൻഡ് മിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തും വെച്ച് ഇതുപോലെ മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യണം. ഞാനിത് ഉപയോഗിക്കുന്നത് 1 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കരുത്, കുറച്ച് നേരം നമ്മൾ പുറത്ത് വെച്ചതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബട്ടറോട് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിങ്ങനെ ഒന്ന് റോൾ ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കതിന് മുകളിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്യണം. ഇത് കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ അങ്ങോട്ട് തൂത്ത് കൊടുക്കണം. കാരണം ഇത് ഡ്രൈ ആയി പോകരുത്, അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഓയിൽ തൂത്ത് കൊടുക്കുന്നത്. അതിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് തന്നെ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. ഇത് നമ്മളൊരു 2 മണിക്കൂറോളം ഇതുപോലെ വെച്ചിരിക്കണം. അപ്പോൾ ഇത് നന്നായി പൊങ്ങി വരും. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയതാണ്, അതിൻ്റെ നമ്മൾ നേരത്തെ വെച്ചതിൻ്റെ ഡബിളായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം എത്തണം, അപ്പോഴാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്കങ്ങ് കവർ ചെയ്തിരുന്നത് മാറ്റാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ചെറിയ ബോളാക്കി വെക്കണം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ മാവിപ്പോൾ. അപ്പം നമ്മൾ കൈകൊണ്ട് തന്നെ ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഇങ്ങനെ ഓരോ ചെറിയ ബോളാക്കി എടുക്കണം.
അപ്പോൾ ഈ അകത്തേക്ക് ഇങ്ങനെ റോൾ ചെയ്ത് വേണം നമ്മളിങ്ങനത്തെ ബോൾ ഉണ്ടാക്കാനായിട്ട്. തന്നെയുമല്ല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, അതിൻ്റെ മാവ് കൂട്ടി വെക്കുന്നത്, അവിടെ നന്നായിട്ട് അത് ഞെക്കി നമ്മൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ച് വെക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങ് ഓപ്പണായി വരും. അതുകൊണ്ട് ഇതുപോലെ തന്നെ നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പോൾ ആ പ്ലേറ്റ് വെക്കുന്നതിന് മുമ്പ് ആ പ്ലേറ്റിൽ കുറച്ച് ഓയിൽ തടവി വെച്ചിരിക്കണം, അല്ലെങ്കിൽ അതെല്ലാം അങ്ങ് സ്റ്റിക്കായി പോകും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷമാണ് ആ പ്ലേറ്റിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ബോൾ ഓരോന്നായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അതിനുശേഷം ഇത് കുറച്ച് സമയം കൂടെ നമ്മൾ ഇത് വെച്ചിരിക്കണം, ഒരു മണിക്കൂറോടെ ഇത് വെച്ചിരിക്കണം. അപ്പോൾ ഓരോ ബോളിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ വേറെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ ബോൾ ഉണ്ടാക്കി വെക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് അതിന് ബിറ്റ്വീൻ വേണം. കാരണം ഇത് കുറച്ചുകൂടെ വലുതാകും. അപ്പോൾ അത് നമ്മൾ അകത്തി വെച്ചില്ലെങ്കിൽ അത് എല്ലാം കൂടെ ഒന്നിച്ച് വരും. അതുകൊണ്ട് കുറച്ച് അകത്തി വേണം ഇത് വെക്കാനായിട്ട്. ഇനി നമ്മൾക്ക് ഒരു കവർ ചെയ്ത് വെക്കാം. ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടോ അല്ലെങ്കിൽ നനഞ്ഞ ടവൽ കൊണ്ടോ ഇത് കവർ ചെയ്ത് വെക്കാം. നമുക്കൊരു 1 hour നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ നന്നായിട്ട് വലുതാകും. ആ സമയത്ത് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു, കണ്ടോ എല്ലാം തന്നെ വലുതായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. അത് ചൂടായി വരുമ്പോൾ നമ്മൾ ഓരോരോ ബോളായിട്ടങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ ചൂട് ഒത്തിരി കൂട്ടി വെച്ചാൽ അതിൻ്റെ പുറം അങ്ങ് കരിഞ്ഞു പോകും, അകോട്ട് വേഗത്തുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൻ്റെ ഓയിൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് അതങ്ങ് പഫായി വരും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്ന സമയം വരെ നമുക്ക് ഇതങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശമായി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഈ ഒരു കളറാകുമ്പോൾ നമ്മളത് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാമെങ്കിൽ എണ്ണയൊക്കെ അതിൽ നിന്ന് അങ്ങോട്ട് ഡ്രെയിൻ ചെയ്ത് പൊക്കോളും. അപ്പോൾ ഇതുപോലെ നമ്മളതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളർ കണ്ടോ, ഈ ഒരു കളറാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വേണ്ടത്. ഇപ്പോൾ എല്ലാം തന്നെ വറുത്തെടുത്തിട്ടുണ്ട്, എല്ലാം തന്നെ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ആറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് ക്രീം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. ഇതിൻ്റെ ക്രീം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് 1 stick അൺസോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ ഈ ബട്ടർ ഞാൻ കുറച്ച് സമയം റൂം ടെമ്പറേച്ചർ വെച്ചിരുന്നതാണ്. അപ്പോൾ അത് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. നമുക്ക് ബട്ടർ തന്നെ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഒരു 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പം മുഴുവൻ അങ്ങ് ആഡ് ചെയ്യേണ്ട, അതിൻ്റെ കുറച്ച് ആദ്യം ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ ഷുഗറൊക്കെ അങ്ങ് പറന്നു പോകും നമ്മൾ ഈ ഹാൻഡ് മിക്സ് കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഹാൻഡ് മിക്സ് കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി ഷുഗർ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഷുഗർ ആഡ് ചെയ്തിട്ട് നമ്മൾ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ചുല കൊണ്ടോ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വേണം നമുക്ക് ഹാൻഡ് മിക്സ് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ 1 ടീസ്പൂൺ വനില എസൻസും 1 ടീസ്പൂൺ പാലും ഞാനിതിനകത്തേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു കുറച്ച് ലൂസായി വരുന്നത്. പാൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ലൂസായി വന്നോളും. അതിനുവേണ്ടിയാണ് പാൽ ഒഴിക്കുന്നത്. അതോടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സായി നല്ല സോഫ്റ്റായി വരണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് അതിൻ്റെ ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു കുറച്ചുകൂടെ വനില എസൻസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ നോക്കിയപ്പോഴത്തേന് അത് കുറവായിരുന്നു. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടെ അത് കഴിഞ്ഞ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാൽ കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. അപ്പം ഞാനിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ടോട്ടൽ ഒരു 1.5 ടീസ്പൂൺ വനില എസൻസും 3 ടീസ്പൂൺ പാലുമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തൊന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോ ഈ ബണ്ണിൻ്റെ റോളുണ്ടല്ലോ അതിങ്ങ് എടുക്കണം. അതിനകത്തേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ ക്രീം അങ്ങ് വെച്ച് കൊടുക്കാം. ഇത് കണ്ടോ, ഒരു സ്പൂണിനകത്ത് കുറച്ചെടുത്തു നമുക്കിതിനകത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രീം ബണ്ണ് ഉണ്ടാക്കുന്നത്. അത് പതുക്കെ അങ്ങ് അടയ്ക്കണം. പിന്നെ ഇത് മുറിക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളത് മുഴുവൻ അങ്ങ് കട്ട് ചെയ്യരുത്. അതിൻ്റെ ഒരു എഡ്ജ് വരെ നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ. കാരണം മുഴുവൻ കട്ട് ചെയ്താൽ അതങ്ങ് ഓപ്പണായി പോകുമല്ലോ. അത്രയും ചെയ്യരുത് കേട്ടോ.
അപ്പോൾ നമുക്ക് ക്രീം ബൺ ഓരോന്നായിട്ട് നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഒരെണ്ണം ഞാനിങ്ങനെ തുറന്ന് കാണിക്കാം. കണ്ടോ, വളരെ സോഫ്റ്റാണ് ഇതിനകം കേട്ടോ. അതുകൊണ്ട് നമ്മളിത് കഴിക്കുമ്പോൾ നല്ലതാണ്. ഈ സോഫ്റ്റ് ആയിട്ടുള്ളതിനകത്ത് ക്രീം കൂടെ വെച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല വളരെ ഭംഗിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചായയും ഒരു ബണ്ണും കൂടെ അങ്ങ് കഴിച്ചാലോ. ഇപ്പോൾ ക്രീം ബണ്ണ് എല്ലാം തന്നെ നല്ല രസമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കൊരു ബണ്ണങ്ങോട്ട് എടുത്ത് ഒരു ചായയും കൂടെ അങ്ങ് കുടിക്കാം. നല്ല ചൂട് ചായയും ബണ്ണും കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റേത്. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കുക. എൻജോയ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ക്രീം ബൺ ഉണ്ടാക്കുന്നത് കണ്ടിട്ട്? വളരെ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. നമുക്കൊരു ചായയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.